മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ഊഷ്മളമായ ബന്ധമാണ് ഇണകളുടേത്. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. കൂടെ ശ്രീകൃഷ്ണൻ തൻ്റെ രാധയുമായുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതം വളരെ വ്യക്തമായി നമ്മുടെ മുൻപിൽ വലിയൊരു പാഠം കാണിച്ചു തരുന്നുണ്ട് ഹിന്ദു മതവിശ്വാസികളിലൂടെ. എന്നാൽ യേശുക്രിസ്തു താൻ കുടിയിരിക്കുന്ന ചർച്ചിനെ എത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ അത്ര മനോഹരമായി ഇണകൾ പരസ്പരം സ്നേഹിക്കുമാറാവട്ടെ എന്ന് ക്രിസ്ത്യാനിറ്റിയും നമ്മിലേക്ക് വെളിച്ചം വീശുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തരായ രണ്ടു പേരാണ് ആണും പെണ്ണും. ഇവരാണ് വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തിലൂടെ ഒന്നാകുന്നത്. അവിടെ വ്യത്യസ്തങ്ങളായ ചിന്തകളും രീതികളും ശീലങ്ങളും എല്ലാം ഒന്നു ചേരുകയാണ്. ഒരു പക്ഷേ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ തുറന്ന് സംസാരിക്കുകയും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരമാർഗം. ഒരുപക്ഷെ എത്രയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായേക്കാം. അതിനാണ് കൺസൾട്ടേഷൻ കൗൺസിലിംഗ് നമുക്ക് മുൻപിലുള്ളത്. ഇവിടെ വന്ന് തുറന്ന് സംസാരിക്കുകയും മനസ്സിനുള്ളിൽ ബാക്കി വെച്ച കാര്യങ്ങളെല്ലാം പറയുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണകൾ ഇല്ലാതെയായി അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ജീവിതത്തെ ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു.